ചെയ്തിട്ടുള്ളത്. അക്കോർഡിംഗ് ടു എൻഡോസിംബയോട്ടിക് തിയറി മൈറ്റോകോൺട്രിയ ഇവോൾഡ് ഫ്രം എൻഡോസിംബയോട്ടിക് തിയറിയിൽ പറയുന്നുണ്ട് മൈറ്റോകോൺട്രിയ എങ്ങനെ ഉണ്ടായത്, ഒരു എയറോബിക് ബാക്ടീരിയ എൻഗൾഫ്ഡ് ബൈ എ സെൽ ആൻഡ് എയറോബിക് ബാക്ടീരിയം വാസ് എൻഗൾഫ് ആൻഡ് ഇവോൾഡ് ഇൻ ടു ദ മൈറ്റോകോൺട്രിയം. ഓക്കെ, അപ്പോൾ ഒരു സെല്ല് ഒരു എയറോബിക് ബാക്ടീരിയത്തിനെ തിന്നപ്പോൾ അതാണ് പിന്നീട് മൈറ്റോകോൺട്രിയ ആയിട്ട് മാറിയത്. അതാണ് എൻഡോസിംബയോട്ടിക് തിയറിയിൽ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അക്കോർഡിംഗ് ടു എൻഡോസിംബയോട്ടിക് തിയറി ക്ലോറോപ്ലാസ്റ്റ് ഇവോൾവ് ഫ്രം, ക്ലോറോപ്ലാസ്റ്റ് എങ്ങനെയാണ് ഉണ്ടായിട്ടുള്ളത്, ഒരു ഫോട്ടോസിന്തറ്റിക് ബാക്ടീരിയനെയാണ് ഒരു സെല്ല് കഴിച്ചിട്ടുണ്ട്. അപ്പൊ ഫോട്ടോസിന്തറ്റിക് എടുത്ത് പറയണമെങ്കിൽ അപ്പൊ അവിടെ ക്ലോറോപ്ലാസ്റ്റ് ഓർക്കുക, ഫോട്ടോസിന്തറ്റിക് ബാക്ടീരിയമാണ് ആ സെൽ എൻഗൾഫ് ചെയ്ത് കഴിച്ചിട്ടുണ്ടെങ്കിൽ അതാണ് പിന്നീട് ക്ലോറോപ്ലാസ്റ്റ് ആയിട്ട് മാറിയത്. In the endosymbiotic theory, what happened to the engulfed bacteria instead of being digested? അതായത് ഈ വിഴുങ്ങിയ എൻഗൾഫ്ഡ് ബാക്ടീരിയക്ക് പിന്നെ എന്താ സംഭവിച്ചത്, അവരവിടെ തന്നെ സർവൈവ് ചെയ്ത് ആ ഹോസ്റ്റ് സെല്ലിന്റെ ഉള്ളിൽ തന്നെ ജീവിച്ചു. ആ ബാക്ടീരിയനെ ഡൈജസ്റ്റ് ചെയ്തില്ല, അവർ ആ സെല്ലിന്റെ ഉള്ളിൽ തന്നെ ജീവിച്ച് അവരൊരു സെൽ ഓർഗനലായിട്ട് മാറി എന്നാണ് എൻഡോസിംബയോട്ടിക് തിയറിയിൽ പറയുന്നത്. ഇനി വെൻ വാസ് ദ എർത്ത് ഫോം, അപ്രോക്സിമേറ്റ്ലി എർത്ത് ഫോം ചെയ്തത് 4.6 to 4.0 ആ ഒരു ബില്യൺ ഇയേഴ്സ് എഗോ ആണ്. അടുത്തത് വെൻ ഡിഡ് പ്ലാന്റ്സ് ആൻഡ് അനിമൽ കോളനൈസ് ലാൻഡ്, പ്ലാന്റ്സും അനിമൽസ് ഒക്കെ വന്നിട്ടുള്ളത് 541 മുതൽ 252 മില്യൺ ഇയേഴ്സ് എഗോ ആണ് പ്ലാന്റ്സും അനിമൽസും കോളനൈസ് ചെയ്തത്. അടുത്ത വിച്ച് എറൈസ് ഡിസ്ക്രൈബ് as ഏജ് ഓഫ് ഡൈനോസേഴ്സ്, ഡൈനോസേഴ്സ് എന്നൊക്കെ പറയുമ്പോൾ 252 മുതൽ 66 മില്യൺ ഇയേഴ്സ് എഗോ ആണ് ഡൈനോസേഴ്സ് ഡോമിനേറ്റ് ചെയ്തിട്ടുള്ളത്. വിച്ച് അനിമൽ ഗ്രൂപ്പ് വാസ് ദ ലാസ്റ്റ് മേജർ ഗ്രൂപ്പ് ടു അപ്പിയർ ഓൺ എർത്തിൽ, ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ലാസ്റ്റ് ഉള്ള മേജർ ഗ്രൂപ്പിൽ വരുന്നതാണ് മാമൽസ് ഇൻക്ലൂഡിങ് ഹ്യൂമൻസ്. അടുത്തത് വാട്ട് ഡസ് ദ കോസ്മിക് കലണ്ടർ റെപ്രസെന്റ്, അത് ജസ്റ്റ് മൊത്തം യൂണിവേഴ്സ് എങ്ങനെ ഉണ്ടായി അതിന്റെ ഹിസ്റ്ററി മൊത്തം ഒരു കംപ്രസ് ചെയ്തൊരു കലണ്ടർ ഇയർ, ഒരു 1 കലണ്ടർ ഇയർ ആക്കിയിരിക്കുന്നതാണ് കോസ്മിക് കലണ്ടർ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് ഓൺ ദ കോസ്മിക് കലണ്ടർ വെൻ ഡു ഹ്യൂമൻ ഫസ്റ്റ് അപ്പിയർ, കോസ്മിക് കലണ്ടർ അനുസരിച്ച് ഹ്യൂമൻസ് വന്നിട്ടുള്ളത് എന്നാണ് ഡിസംബർ 31 11:52 PM അതായത് ഇപ്പോഴാണ് ഏറ്റവും ലാസ്റ്റ് നിൽക്കുന്നത് ആരാണ്, ഹ്യൂമൻസ് ആണ്. അപ്പൊ കോസ്മിക് കലണ്ടർ അനുസരിച്ച് ഹ്യൂമൻസ് അപ്പിയർ ചെയ്തിട്ടുള്ളത് ഡിസംബർ 31 11:52 PM. ഓക്കെ.